ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹണി ബീ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ രുചിയുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഹമിൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഹണി ബീ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് ചിക്കൻ കഷ്ണങ്ങളാണ്. അതും എല്ലില്ലാതെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങളാണ് കേട്ടോ വേണ്ടത്. ഇതിനെ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും 2 ടേബിൾ സ്പൂണോളം തന്നെ മൈദപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇപ്പം ഇതാ കണ്ടോ, ഞാൻ ഇതിനെ നല്ല പോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കൂലേ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. ഇപ്പം ഇതാ കണ്ടോ, ഞാൻ ഇതിനെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ അങ്ങ് ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് നീട്ടി ഒന്ന് തിന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുത്ത ഈ മാവിനെ നമുക്ക് ഇതുപോലെ ഒരു നൂല് പോലെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ദാ മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടില്ലേ, അതെടുക്കുക. എന്നിട്ട് അതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഒരു ഹണി ബീയുടെ ഷേപ്പിൽ അങ്ങ് ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ റോൾ ചെയ്യൂലേ, അതേപോലെ ഒരു ഷേപ്പിൽ അങ്ങ് ഉരുട്ടിയെടുക്കുക. ഇപ്പം ഞാനിതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവില്ലേ, അതിൽ നിന്നും ഓരോ നൂലായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ചുറ്റിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ നമ്മൾ ചുറ്റിയ ഈ നൂല് പോലെയുള്ള ഈ മാവില്ലേ, അതങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മാറും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ദാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കൂട്ടിനെ ഞാൻ മുഴുവനും ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് പറ്റ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വേണം ഇത് ഓരോന്നിനെയും ഇട്ട് ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ തീ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൗൺ കളറായിട്ട് വരും. എന്നാലോ അകംഭാഗം കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അകവും പുറവും ഒരുപോലെ കുക്കായിട്ട് വരണമെങ്കിൽ തീ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്യാൻ. ഇപ്പം ദാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹണി ബീ ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള പണി. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കാണാനും ഒരു ഹണി ബീയുടെ ലുക്കൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഇതിന് ഹണി ബീ ചിക്കൻ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂട് കട്ടൻ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലായിട്ടാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഹമിൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.